ഇന്ന് നമ്മുടെയൊക്കെ തലമുറയ്ക്ക് അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത് അതുകൊണ്ടല്ലേ? ഏതെങ്കിലും ഒരു നിയോഗം വെച്ച് എന്തെങ്കിലും കാര്യത്തിന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥിക്കുമ്പോൾ അതിനോടനുബന്ധമായി നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ വീഴ്ച വന്നു പോകുമ്പോഴാണ് നമ്മുടെ അനുഗ്രഹങ്ങൾ തടസ്സപ്പെട്ടു പോകുന്നത്. പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങളിൽ ഒരു സ്ഥിരത നമുക്കുണ്ടാവണം. അതില്ലാത്തത് കൊണ്ടാണ് അനുഗ്രഹങ്ങൾ ഇന്ന് തടസ്സപ്പെട്ട് കിടക്കുന്നത്. ആത്മീയ കാര്യങ്ങളിൽ ഈ സ്ഥിരത നഷ്ടപ്പെടുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ തലമുറകൾക്ക്, കുടുംബങ്ങൾക്കൊക്കെ സാധിക്കുന്നില്ല. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ വലിയൊരു പ്രത്യേകത അനുഗ്രഹങ്ങൾ തടസ്സമായി കിടക്കുക എപ്പോഴും. അപ്പോൾ ഈ ആത്മീയ കാര്യങ്ങളിലുള്ള സ്ഥിരത എപ്പോഴും നമ്മൾ പാലിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. നമ്മുടെ തലമുറേനെ പഠിപ്പിക്കണം, നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. എന്തുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ നിന്ന് മാറിപ്പോയ നമ്മുടെ മക്കൾ ജപമാല ചൊല്ലില്ല, ബൈബിള് വായിക്കില്ല? മാറിപ്പോയ ചെയ്യുന്ന എത്ര മക്കളുണ്ടാവും? വളരെ ചുരുക്കം പേര് അങ്ങനെ ചെയ്യുന്നുള്ളൂ. കാരണം എന്താ? നമ്മൾ അവർക്ക് കൊടുത്തേക്കണ പരിശീലനം അത്രയേ ഉള്ളൂ. സാഹചര്യം അനുസരിച്ച് മാറ്റിയാലും വലുതായിട്ടൊന്നും വരില്ല. അങ്ങനെ ഒരു ബോധ്യമാണ് നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് കിട്ടിയിരിക്കണേ. പഠനമാണെങ്കിൽ പഠനം മാത്രം, ബാക്കി അവരുടെ എല്ലാ എൻജോയ്മെൻറ്റുകൾക്കും അവർക്ക് സമയമുണ്ട്. പുറത്തു പോകാൻ, ഔട്ടിങ്ങിന്, ആരുടെയൊക്കെ ആഘോഷങ്ങൾക്ക് പോകണോ, ബർത്ത്ഡേ സെലിബ്രേഷന് പോകണോ, എല്ലാത്തിനും നമ്മുടെ മക്കൾക്ക് സമയമുണ്ട്. പക്ഷേ വിശുദ്ധ കുർബാന കാണാനോ, ഒരു ജപമാല പേഴ്സണലായിട്ടൊന്ന് ചൊല്ലാനോ, ബൈബിൾ ഒരു പേജെങ്കിലും ഒന്ന് വായിക്കാനോ ഒന്നും നമ്മുടെ മക്കൾക്ക് സമയമില്ലായകയല്ല, അതിനോട് അത്രയ്ക്ക് അവർക്ക് പ്രതിബദ്ധതയുള്ളൂ. അതില്ലെങ്കിലും ഇന്ന് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇത് സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളുണ്ട്, നമ്മുടെ മക്കൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളുണ്ട്. അതുവരെ എത്താനുള്ളൊരു കാത്തിരിക്കാനും അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കാനുള്ളൊരു മനസ്സില്ലേ? അതില്ല.